പ്രഗത്ഭനായ പത്രപ്രവർത്തകനും ചെറായിക്കാരനുമായ ടി.വി.എ. ഷേണായിയെ അനുസ്മരിക്കുകയാണ്. ഷേണായിയുമായി ഞാൻ അടുത്ത് പരിചയപ്പെടുന്നതും എൻ്റെ കുടുംബത്തിലെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഷേണായിയെ കണ്ടതും 84-ൽ പാർലമെൻ്റ് അംഗമായി ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ്. അന്ന് ഇന്നത്തെ ഡൽഹിയല്ല. ഇന്ന് ഡൽഹി സുരക്ഷാ വലയത്തിൽ വീർപ്പുമുട്ടുകയാണ്. ഞാൻ ചെല്ലുന്ന 84-ൽ പാർലമെൻറ്റ് മന്ദിരത്തിനകത്തുകൂടി ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന 84 സൗത്ത് അവന്യൂവിൽ നിന്നും രാഷ്ട്രപതി ഭവനിലൂടെ നടന്ന് പാർലമെൻറ്റിൽ കടന്നു വരാമായിരുന്നു. ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിലെ ചോദ്യോത്തരങ്ങൾക്ക് ശേഷവും പ്രസംഗങ്ങൾക്ക് ശേഷവും നേരെ പോകുന്നത് റാഫി മാർഗിലെ INS ബിൽഡിങ്ങിൽ മലയാള മനോരമ ഓഫീസിലേക്കാണ്. കാരണം പ്രസംഗിച്ചതെല്ലാം ഒന്ന് കൊടുക്കണം, ചോദ്യങ്ങളൊന്ന് കൊടുക്കണം. ഇന്നത്തെ പോലെ തത്സമയ പ്രക്ഷേപണമൊന്നുമില്ല. പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻ്റ് റിപ്പോർട്ടർ എഴുതി ടൈപ്പ് ചെയ്ത് കയ്യിൽ തന്നാൽ അതാണ് പത്രം ഓഫീസിൽ എത്തിക്കേണ്ടത്. അപ്പോൾ ഈ പാർലമെൻറ്റ് ഹൗസിൽ നിന്നും ഒരു ഇടനാഴിക വഴി ആണ് റാഫി മാർഗിലെത്തുന്നത്. അതും ഈ വാർത്ത, പാർലമെൻറ്റ് വാർത്ത വൈകുന്നേരം 7 മണിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അന്ന് പോയില്ല. ആ ഒരു കാലഘട്ടത്തിൽ മലയാള മനോരമയിൽ ചെന്നാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കുളിർമ നൽകുന്നത് ഒന്ന് മനോരമയുടെ പ്രസിദ്ധമായ നാരങ്ങ ചായ, ഒരു ചെറിയ കപ്പയിൽ ചായ തരും. 2 ടി.വി.ആർ. ഷേണായി, കെ. ഗോപാലകൃഷ്ണൻ, പിന്നീട് വന്ന ഡി. വിജയമോഹൻ എന്നുള്ള പത്രപ്രവർത്തകരുമായുള്ള സംഭാഷണങ്ങൾ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഷേണായി എന്നും ഒരു വഴികാട്ടിയായിരുന്നു. ഞാൻ 84-ൽ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് 38 വയസ്സ്. എൻ്റെ 3 മക്കൾ കൂടെയുണ്ട്, കൊച്ചുമക്കൾ കൂടെയുണ്ട്. ഒരാൾ എറണാകുളത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെൺകുട്ടി 4ാം ക്ലാസ്സിൽ അവിടെ തന്നെ പഠിക്കുന്നു. ചെറിയ കുട്ടി അവർ ലേഡീസിലാണ്. അപ്പോൾ ഷേണായി എനിക്ക് ആദ്യം നൽകിയ ഉപദേശം, മാഷേ, ജീവിതത്തിൽ ഡൽഹിയിൽ വന്നതുകൊണ്ട് മാഷിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ ഈ കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. അന്ന് ലീഡർ ശ്രീ കെ. കരുണാകരൻ, അദ്ദേഹമാണ് എൻ്റെ പൊളിറ്റിക്കൽ മെൻറ്റർ, എനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുകയും എന്നെ വിജയിപ്പിച്ചെത്തിച്ചതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, തന്നെ എറണാകുളത്ത് നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് മക്കളെ പഠിപ്പിക്കാനല്ല, എറണാകുളത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ട് ഷേണായിയോട് പറഞ്ഞപ്പോൾ ഷേണായി പറഞ്ഞു, മാഷ് അതൊന്നും കണക്കാക്കണ്ട. കരുണാകരനോട് ഞാൻ പറഞ്ഞു, ലീഡറെ വിളിക്കുന്ന കരുണാകരൻ തന്നെയാണ്. അങ്ങനെ ലീഡറുടെ അടുത്ത് ചെന്ന് ഷേണായിയാണ് പറഞ്ഞത്, മാഷിൻ്റെ മക്കൾ ഇവിടെ ഒന്ന് പഠിക്കട്ടെ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് ഡൽഹിയിലായിരിക്കും. ഇന്നും
എൻ്റെ മക്കൾ അവരെല്ലാം വളർന്ന് വലുതായി വലിയ നിലയിൽ ഓരോ തലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഷേണായി അങ്കിളിനെ കുറിച്ച് പറയാറുണ്ട്. അക്കാലത്ത് ഇന്നത്തെ പോലെ വൈകുന്നേരം ഡൽഹിയിൽ പോയി പിറ്റേ ദിവസം ഇവിടെ എത്താൻ കഴിയത്തില്ല. അത്ര വിമാന സർവീസൊന്നുമില്ല. അന്ന് കൊച്ചി വെല്ലിംഗ്ടണിൻ്റെ എയർപോർട്ടിൽ നിന്നും ചെറിയൊരു വിമാനത്തിൽ കയറി ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് അടുത്ത വിമാനത്തിൽ കയറി ഡൽഹിയിൽ പോകും. ഞങ്ങളൊക്കെ അന്ന് പലപ്പോഴും ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളൊന്ന് ഒത്തുചേരും. ഞാനും കുടുംബാംഗങ്ങളും പള്ളിയിൽ പോയതിനു ശേഷം തിരിച്ച് ഒരു 9 മണിയോടുകൂടി എൻ്റെ സൗത്ത് അവന്യൂ ഫ്ലാറ്റിൽ വരും. TVR ഷേണായി, ഗോപാലകൃഷ്ണൻ, മാധവൻകുട്ടി, UNA ജോർജ് വർഗീസ്, ഇത്രയും പേരെങ്കിലും കുറഞ്ഞതുണ്ടാകും. അപ്പോൾ അത് ഞങ്ങൾ പറയും 1 ബോട്ടിൽ 5 persons, ഒരു ബോട്ടിലും കൂടി അന്ന് കാണും. ഷേണായി അല്പം എല്ലാവരും സ്വല്പം മദ്യപിക്കുന്നവരാണ്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണി വരെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായ ചർച്ചയാണ്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഷേണായിക്ക് അതിന് മറുപടിയുണ്ട്. ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു, യമണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയും ഇവനൊരു യമണ്ടനാണ് എന്ന് പറയാം, നിങ്ങൾക്കറിയോ യമണ്ടൻ? അപ്പോൾ അവർ പറഞ്ഞു, അങ്കിളെ ഞങ്ങൾക്കറിയില്ല യമണ്ടൻ എന്ന് പറഞ്ഞ ഒരു മിടുക്കൻ എന്നാണ്. ആ യമണ്ടൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലാണ്. അത് 2ാം ലോകമഹായുദ്ധകാലത്ത് മദ്രാസ് പോർട്ടിനകത്ത് കയറി വെടിവെച്ചു. അതൊരു വലിയ സംഭവമാണ് അക്കാലത്ത്. അതുകൊണ്ടാണ് യമണ്ടൻ. ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു, എന്താ ഈ ബഡ്ജറ്റ്? നിങ്ങൾ ബഡ്ജറ്റ് സമ്മേളനം എന്ന് പറയാറുണ്ട്, ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ്? എൻ്റെ മക്കൾ പറഞ്ഞു, അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്ന കണക്ക്. അപ്പോൾ ഷേണായി പറഞ്ഞു, അതല്ല, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സഞ്ചിയാണ് ബഡ്ജറ്റ്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അന്നൊരു സഞ്ചിയിലാണ് ഈ കണക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ടത് ബഡ്ജറ്റായി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഷേണായിക്കൊരു മറുപടിയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ പ്രസംഗം ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്തൊക്കെ പറയണം എന്നുള്ളത്. അതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നത് ഷേണായിയോടാണ്. മാത്രമല്ല നല്ലൊരു സുഹൃത്തായിരുന്നു. എനിക്കെതിരായി കുപ്രസിദ്ധമായ ഫ്രഞ്ച് കേസ് വന്നു. അപ്പോൾ ഞാൻ ഷേണായിയോട് പറഞ്ഞു, ഇത് ഞാൻ നിരപരാധിയാണ്, പക്ഷെ പെട്ടുപോയി. അന്ന് ഷേണായിയാണ് എന്നെ സഹായിച്ചത്. ഷേണായി പറഞ്ഞു, മാഷ് ധൈര്യമായിട്ടിരിക്കുക, മാഷ് കുറ്റക്കാരനല്ലെങ്കിൽ മാഷിനെ തൊടില്ല. ആ രീതിയിലുള്ള ബന്ധങ്ങളെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴെല്ലാം ഷേണായി വരും. അദ്ദേഹത്തിന് BTH സ്ഥിരം മുറിയുണ്ട്. എനിക്ക് തോന്നുന്നു 240 എൻ്റെ ഓർമ്മ. സ്ഥിരം മുറിയുണ്ട്, അവിടെ താമസിക്കും. അവിടെ ഞങ്ങൾ ഒത്തുകൂടും. എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും, സംസാരിക്കും. തിരഞ്ഞെടുപ്പ് ചെലവിന് ഒരു തുകയും തരും. ഞാൻ ചോദിച്ചിട്ടല്ല. അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സുഹൃത്ത്. ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്ന വിധത്തിൽ എഴുതുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്നു ഷേണായി. ഷേണായിയുടെ ലേഖനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക ലൈനുകളിലും എന്നും ഒരു പ്രത്യേകത കാണാൻ കഴിയും. അദ്ദേഹത്തിന് അദ്വാനിയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. RSSുമായി നല്ല അടുപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അതൊന്നും ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തതയോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും. ആരുടെ മുഖത്ത് നോക്കിയും തെറ്റാണെന്നും ശരിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കാനും ഷേണായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഷേണായിക്ക് കഴിയും എന്ന് ഓർക്കുന്നുണ്ട്. ശ്രീ K. കരുണാകരൻ അന്ന് ഡൽഹിയിലെ അതികായനായ രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി,
ഒരിക്കൽ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഷെണായി ലീഡറോട് മാറി ഒന്ന് ചോദിച്ചു, അന്നൊരു ബൈ ഇലക്ഷൻ വരുന്നുണ്ട്, എന്നാണ് ആ ഇലക്ഷൻ വരിക, എപ്പോൾ വരും? ഇപ്പം ലീഡറൊരു ഡേറ്റ് കൊടുത്തു, ഇത്രാം തീയതി ആ ഇലക്ഷൻ വരും. പിറ്റേ ദിവസം ഷെണായുടെ അതിൻ്റെ ബൈലൈൻ വന്നു മനോരമയിൽ. കാരണം അന്ന് ഷെണായി എഴുതിയാൽ അതൊരു ബൈബിളാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ പറഞ്ഞ ദിവസങ്ങളിലോ മാസങ്ങളിലോ തിരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പോൾ ഷെണായി എന്നോട് പറഞ്ഞു, മാഷെ ഈ ഏർപ്പാട് എൻ്റെ അടുത്ത് വേണ്ട എന്ന് കരുണാകരനോട് ഞാൻ പറയാൻ പോവാം. ഞാൻ പറഞ്ഞു, ഷെണായി ഞാൻ പറയാം. അത് വേണ്ട, താൻ പറയണ്ട. കരുണാകരൻ വന്നു, മാറ്റി വിളിച്ച് ഷെണായി പറഞ്ഞു, മിസ്റ്റർ കരുണാകരൻ, ഡോണ്ട് മിസ്ലീഡ് മീ, മൈ കെ ലൈൻസ് ആർ ബൈബിൾസ്. അത്രമാത്രമുള്ള ഒരു താൻ എഴുതുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഞങ്ങൾ TVR ഷെണായി അവാർഡ് എന്ന പേരിൽ പാർലമെൻറ്റിലും അസംബ്ലിയിലും പ്രാഗൽഭ്യം തെളിയിക്കുന്ന പത്രപ്രവർത്തകർക്ക് 1,00,000 രൂപ കൊടുക്കുന്ന TVR ഷെണായി അവാർഡ് ആരംഭിച്ചത്. 2019 ആ അവാർഡ് തുടങ്ങുന്നത്. അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയുടെ ഭവനത്തിലാണ് ആദ്യത്തെ ആ അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. ആ അവാർഡ് ദാന ചടങ്ങ് നൽകിയത് ഹിന്ദുസ്ഥാൻ ടൈംസിലെ വിനോദ് ശർമ്മ, അദ്ദേഹം പൊളിറ്റിക്കൽ റൈറ്ററാണ്. രണ്ടാമത്തെ അവാർഡ് നൽകിയത് മലയാള മനോരമയുടെ ഡൽഹി കോർഡിനേറ്റർ, അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം D. വിജയമോഹന് തിരുവനന്തപുരത്ത് വെച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകി. മൂന്നാമത്തെ അവാർഡ് ശ്രീ സോമനാഥന്, അത് മരണാനന്തരമാണ്, ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി. നാലാമത്തെ അവാർഡ് 2024 ഇന്ത്യ ടുഡേയിലെ രാജ്ദീപ് സർദേശായി, അതിപ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് മുൻ ഉപരാഷ്ട്രപതി മുഹമ്മദ് ഹമീദ് അൻസാരി നൽകി. ഈ കഴിഞ്ഞ അഞ്ചാമത്തെ അവാർഡ് ഡൽഹിയിൽ വെച്ച് തന്നെ പ്രസിദ്ധ പത്രപ്രവർത്തകനായ വിനോദ് കെ ജോസിന് നൽകുകയുണ്ടായി. അങ്ങനെ TVR ഷെണായിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള TVR ഷെണായി അവാർഡ്, ആ അവാർഡ് ചടങ്ങ് എന്നും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. കാരണം പത്രപ്രവർത്തക രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാതലായ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റങ്ങൾ, അതിന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് വെങ്കട് ഇവിടെയുണ്ട്. കാലം മാറിയിരിക്കുന്നു. TVR ഷെണായിയുടെ കാലഘട്ടത്തിൽ ഒരു വാർത്ത എഴുതിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ കിട്ടും. ഇത് 24 സെക്കൻഡ് പോലും കിട്ടില്ല. മത്സരമാണ്, വലിയ മത്സരമാണ്. ആ വലിയ മത്സരത്തിൽ സത്യമില്ലാതായിപ്പോൾ ഷെണായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മലയാള മനോരമയിൽ വന്നു എന്ന്. ഷെണായി ബോംബെയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് കോട്ടയത്ത് KM മാത്യു, അതിപ്രഗത്ഭനായ മനോരമയുടെ പത്രാധിപർ, ഷെണായിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം KM മാത്യു അല്പം കളിയാക്കുന്നൊരു ടൈപ്പാണ്. അദ്ദേഹം ഇതിഹാസ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഷെണായിയോട് ചോദിച്ചു, നിങ്ങൾ കൊങ്ങിണിയല്ലേ, നിങ്ങൾ കൊങ്ങിണിക്കാരെല്ലാം കച്ചവടക്കാരല്ലേ, അപ്പോൾ എന്തിനാണ് കച്ചവടക്കാർ ഞങ്ങളുടെ മനോരമയിൽ വന്നത്? അപ്പോൾ ഷെണായി പറഞ്ഞു, നിങ്ങളും ഒരു കച്ചവടമാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നമ്മൾ 2 കച്ചവടക്കാരും കൂടി മനോരമ കുറച്ചുകൂടി ഭംഗിയായിട്ട് കൊണ്ടുകിടക്കാൻ കഴിയും. കാരണം ഇന്ന് മനോരമയാണ് MRF ഉള്ളത്. അപ്പം അങ്ങനെ ഏത് കാര്യത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ ഷെണായിക്ക് കഴിയും. മനോരമയുടെ മേധാവികളുമായി വലിയ ബന്ധമാണ് ഷെണായിക്കുണ്ടായിരുന്നുവെങ്കിലും ചില സന്ദർഭങ്ങളിൽ മനോരമ പാളിയാൽ ഇത് പാളി എന്ന് പറയാനുള്ള ചങ്കൂറ്റം അന്ന് ഷെണായിക്കുണ്ട്. മുഖ്യമന്ത്രിമാർ K. കരുണാകരൻ, AK ആൻ്റണി, VS അച്യുതാനന്ദൻ തുടങ്ങിയ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുടെ അടുത്ത് ചെല്ലാനും, അതുപോലെ പ്രധാനമന്ത്രിമാർ, എത്രയോ പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഷെണായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള
ഒരു കരുത്തനായ സാരഥി, പ്രവർത്തക രംഗത്ത് എന്നും മികവോടെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെയാണ് ഇന്ന് നാം ഓർക്കുന്നത്. ഞാൻ പ്രത്യേകം സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടത്തിയ സാരി ഡാൻസ്, എനിക്ക് തോന്നുന്നു മൺമറഞ്ഞു പോയ പഴയ കലാരൂപങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമായി ഞാനതിനെ കാണുകയാണ്. അതോട് ഈ സന്ദർഭത്തിൽ അവതരിപ്പിച്ചതിന് സാഹചര്യം കൊടുത്തതിന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.